ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഹരിയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ. അടുത്ത ദിവസം നാളെ നമുക്കറിയാം ചോറ്റാനിക്കര മകൻതൊഴിലാണ്. നാളെ ചോറ്റാനിക്കര മകൻതൊഴിലാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തീർച്ചയായും ആറ്റുകാൽ പൊങ്കാല. ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച, ലോകത്തിലെ സ്ത്രീകൾ പങ്കെടുക്കുന്ന ധാർമ്മികപരമായ മതപരമായ ഏറ്റവും വലിയ ചടങ്ങെന്ന് വിശേഷിപ്പിക്കുന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച ആറ്റുകാൽ പൊങ്കാല മറ്റന്നാളാണ്. 13-ാം തീയതി, മാർച്ച് 13-ാം തീയതിയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ മഹത്വം. ചോള രാജവംശത്തിൽ പിറന്ന ഇളങ്കോവടികൾ രചിച്ച സംഘകാലത്തെ എന്നിലെ കരുതുന്ന ഇതിഹാസ്യമായ ചിലപ്പതികാരത്തിൽ നിന്നും അടർത്തിയെടുത്ത മുത്തുകളുടെ ഭാഗമാണ് ആറ്റുകാലും ആറ്റുകാൽ പൊങ്കാലയും എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിലെ മുഖ്യ കഥാപാത്രമായ കണ്ണകി, അവിടെയും കോവലൻ്റെയും കഥ മധുരയിലും തമിഴ്നാട്ടിലും നാടോടിപ്പാട്ടുകൾ പോലെ പ്രസിദ്ധമാണ്. പാതിവൃത്യത്തിൻ്റെയും ചാരിത്രത്തിൻ്റെയും പരിശുദ്ധിയുടെയും പ്രതീകമായി കണ്ണകി വാഴ്ത്തപ്പെടുമ്പോൾ ആറ്റുകാലമ്മയായി കണ്ണകിയെ നാമും കൊടുങ്ങല്ലൂരമ്മയായി നമ്മൾ മലയാളികളും അമ്മയെ വാഴ്ത്തുന്നു. ആ അമ്മയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാവേരി പട്ടണത്തിലെ ധനികനായ ഒരു വ്യാപാരിയുടെ മകനായിരുന്നു കോവലൻ. അതേ പട്ടണത്തിലെ തന്നെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു കണ്ണകി. കണ്ണകിയും കോവലനും തമ്മിൽ വിവാഹിതരായി. വളരെ പരിശുദ്ധമായ ബന്ധത്തിനിടയ്ക്കേക്ക് കോവലൻ്റെ ജീവിതത്തിലേക്ക് മാധവി എന്ന ഡാൻസുകാരി കടന്നെത്തുന്നു. മാധവിയിൽ അനുരക്തനായ കോവലൻ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം മാധവിക്കായി നശിപ്പിക്കുന്നു. അവസാനം എല്ലാം നഷ്ടപ്പെട്ട കോവലൻ കണ്ണകിയെ ആശ്രയിക്കുന്നു. വീണ്ടും ഭാര്യാഭർത്താക്കന്മാരായി ബന്ധം തുടരുന്ന കോവലനും കണ്ണകിയും ജീവിക്കാനുള്ള മാർഗത്തിനായി കണ്ണകിയുടെ കാലിലണിഞ്ഞിരുന്ന 2 ചിലമ്പുകളിൽ ഒന്ന് കോവലനെ ഏൽപ്പിക്കുന്നു. അത് വിറ്റ് അതിൻ്റെ പണം കൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ സമയത്താണ് പാണ്ഡ്യരാജവംശത്തിലെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടാക്കൾ മോഷ്ടിക്കുന്നു. ചിലമ്പ് വിൽക്കാനായി മധുരാ നഗരത്തിലെത്തിയ കോവലനെ കിങ്കരന്മാർ പിടിച്ചുകൊണ്ട് രാജസന്നിധിയിൽ ഹാജരാക്കുന്നു. രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് താനല്ല എന്ന് അദ്ദേഹം പറയുമെങ്കിലും ചിലമ്പ് രാജ്ഞിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് കോവലനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. തൻ്റെ ഭർത്താവിന് വധശിക്ഷയറിഞ്ഞ കണ്ണകി ക്രുദ്ധയായി പാണ്ഡ്യരാജവംശത്തിൻ്റെ ആസ്ഥാനത്തേക്ക് എത്തുന്നതാണ്. പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയൻ്റെ സന്നിധിയിലെത്തുന്ന കണ്ണകി തൻ്റെ ചിലമ്പ് കാട്ടി ഈ ചിലമ്പിൻ്റെ മറുചിലമ്പാണ് തൻ്റെ ഭർത്താവ് വിൽക്കാൻ വന്നതെന്ന് രാജാവിനെ ധരിപ്പിക്കുന്നു. പക്ഷേ അത് വിശ്വാസം പോരാഞ്ഞ് ചിലമ്പടിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിലമ്പിൽ എന്താണെന്നറിയാനുള്ള ത്വര കൊണ്ട് രാജാവ് ആദ്യം തൻ്റെ രാജ്ഞിയുടെ ചിലമ്പ് നിലത്തടിക്കുന്നു. അതിൽ നിന്ന് മുത്തുകളാണ് പുറത്തു വരുന്നത്. കണ്ണകി തൻ്റെ ചിലമ്പടിക്കുമ്പോൾ അതിൽ നിന്ന് പവിഴങ്ങളും. കോവലൻ വിറ്റ ആ ചിലമ്പിൽ പവിഴങ്ങളായിരുന്നു. അതോടുകൂടി സംഘർഷാവസ്ഥ. സത്യം മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും മരിച്ചുവെന്നാണ്, ദുഃഖത്തിൽ നീറി മരിച്ചുവെന്നാണ് പറയുന്നതെങ്കിലും ആ രോഷാഗ്നിയിൽ, കണ്ണകിയുടെ രോഷാഗ്നിയിൽ ഇല്ലാതായി. പിന്നീട് തൻ്റെ ഒരു മുല പറിച്ചെറിഞ്ഞ കണ്ണകി ആ സർവ്വശക്തിയുടെയും പാതിവൃത്യത്തിൻ്റെയും ഫലമായി മധുരാ നഗരിയെ ചുട്ടരിക്കുന്നു. ആ മധുരാ നഗരി മുഴുവൻ ചുട്ടരിക്കുമ്പോൾ മധുര മീനാക്ഷിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് കണ്ണകി ശാന്തയായി മധുരാപുരി വിടുന്നു. മോക്ഷപ്രാപ്തി ലഭിക്കുന്നുവെന്ന് ചിലപ്പതികാരത്തിൻ്റെ ചില ഭാഗത്ത് പറയുന്നെങ്കിലും പക്ഷേ കണ്ണകി മധുരാപുരി വിട്ടുപോവുകയാണ്. അങ്ങനെയിട്ട കണ്ണകി കൊടുങ്ങല്ലൂരിനെ ലക്ഷ്യമാക്കി തെക്കൻ കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ഭാഗമാണ് പിന്നീടുള്ള കഥയുടെ ഭാഗമായി വരുന്നത്. അങ്ങനെ എത്തിയ ആ കണ്ണകി തിരുവനന്തപുരത്തടുത്ത് ഇന്നത്തെ ആറ്റുകാൽ പ്രദേശത്ത് ഒരു നദീതീരത്ത് തൻ്റെ കാലുകളെ നദിയിലേക്കിട്ട് തൻ്റെ ചൂട് ശമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരം ബാലികയാണ്. സുന്ദരിയായ ഒരു ബാലികയുടെ രൂപത്തിൽ ആ കാല് ആറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, അതാണ് ആറ്റുകാല് എന്ന ആ സ്ഥലത്തിന് പേര് നാമകരണം വന്നതെന്നും കഥയുടെ ഇതിവൃത്തം. ആ സമയത്താണ് വൃദ്ധനായ ഒരു മനുഷ്യൻ, ഒരു ബ്രാഹ്മണൻ, ശുദ്ധ ബ്രാഹ്മണൻ ആ കുട്ടിയെ കാണുന്നതും ആ കുട്ടി ബ്രാഹ്മണനോട് തന്നെ മറുകരയെത്തിക്കുമോ എന്ന് ചോദിക്കുന്നു. ബാലികയെ തൻ്റെ വീട്ടിൽ കൊണ്ടിരുത്തി അവളെ സൽക്കരിക്കാൻ വേണ്ട വസ്തുക്കൾ തേടി ബ്രാഹ്മണൻ അകത്തേക്ക് പോകുമ്പോൾ
തിരിച്ചു വരുമ്പോൾ ബാലികയെ കാണുന്നില്ല. പക്ഷേ അവൾ പറഞ്ഞിട്ട് പോയ അനുസരിച്ച് സ്വർണ്ണ വര കൊണ്ട് അലങ്കിതമായ തൻ്റെ കാവിൽ ആ ദേവീരൂപത്തെ പ്രതിഷ്ഠിക്കുന്നു. ഇതാണ് ഇന്നത്തെ ആറ്റുകാലമ്പലം എന്ന് പറയുന്നത്. ആറ്റുകാലമ്പലത്തിലെ ദേവീക്ഷേത്രത്തിലെ ഇന്നത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശായി വിഗ്രഹം നിർമ്മിക്കാനായി നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന 25,000-ഓളം വരുന്ന സാളഗ്രാമത്തിൽ അവശേഷിച്ച സാളഗ്രാമം കൊണ്ടാണ് ആറ്റുകാലിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് ശ്രീപത്മനാഭ സഹോദരിയായി ആറ്റുകാലമ്മയെ കാണുന്നു. അല്ലേ? ആറ്റുകാലമ്മയെ ശാന്തമാക്കാൻ അന്ന് പാടത്ത് പണിയെടുക്കുന്ന കർഷകർ മൺകലത്തിൽ ചോറ് വെച്ചു എന്നും അങ്ങനെ അമ്മ ആവശ്യപ്പെട്ട പ്രകാരം ചോറ് വെച്ചു എന്നും അതിനെ പിന്നീട് അങ്ങോട്ട് അത് പൊങ്കാലയായി ഭവിച്ചു. പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി തിളച്ചു മറിയുക എന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദവും. ഈ പ്രശ്നത്തെ ആറ്റുകാൽ പൊങ്കാല 13-ാം തീയതിയാണ്, മാർച്ച് 13-ാം തീയതി. പൊങ്കാലയ്ക്ക് അടുപ്പിൽ ദീപം തെളിയിക്കുന്ന സമയം രാവിലെ 10:15 10 മണി കഴിഞ്ഞ് 15 മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തത്തിലാണ്. 10:15 ഈ വർഷം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കുള്ള അടുപ്പ് തെളിയുന്നത്. അതുപോലെ തന്നെ പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 15 മിനിറ്റിനുള്ളിലാണ്. 1:15 പൊങ്കാല തളിക്കുക അല്ലെങ്കിൽ പൊങ്കാല നിവേദ്യം നടത്തുന്നത് എന്നറിയുന്നത്. ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവം 10 ദിവസം മുമ്പ് തന്നെ ഉത്സവം ആരംഭിക്കുന്നു പൊങ്കാലയ്ക്ക്. അതുകൂടി പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. 10 ദിവസം മുമ്പ്, അതായത് കാർത്തിക നക്ഷത്രത്തിൽ അമ്മയെ കാപ്പ് കെട്ടി പുറത്തിരുത്തുന്നു. മണ്ഡപം തീർത്ത് കാപ്പ് കെട്ടി പുറത്തിരുത്തുന്നു എന്ന് വെച്ചാൽ വളകളൊക്കെ ചാർത്തി. ഒരു തമിഴ് ആചാരമാണ് ശരിക്കും അത്. വളകളൊക്കെ ചാർത്തി കാപ്പൊക്കെ ധരിപ്പിച്ച് പുറത്ത് ഇരുത്തുന്നു. തുടർന്ന് ഈ കൃതിയുടെ നെടുഞ്ചെഴിയൻ എഴുതിയ ആ മഹാകൃതിയുടെ ആ മഹാകാവ്യത്തിൻ്റെ ചിലപ്പതികാരത്തിൻ്റെ വരികൾ തോറ്റംപാട്ടായി അവതരിപ്പിക്കുക. എല്ലാ ദിവസവും തോറ്റംപാട്ടുകൾ നടക്കുന്നു. 9-ാം ദിവസമാണ് പൂരം നക്ഷത്രത്തിൽ ആണ് അമ്മയുടെ ഏറ്റവും തിരുവുത്സവമായി കരുതുന്നത്. അത് കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രത്തിൽ, പൂരം ഉത്രത്തിലാണ് അവിടെ മനോഹരമായ അല്ലെങ്കിൽ ഭക്തിനിർഭരമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ മാഹാത്മ്യം നമുക്കറിയാം. സ്ത്രീകളുടെ ശബരിമല എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. സ്ത്രീകൾക്ക് വേണ്ടി ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുകയുണ്ടായി. ഇതിന് മുമ്പിൽ എന്ത് വനിതാ ദിനം? ഈ സാംസ്കാരിക പൈതൃകത്തിന് മുമ്പിൽ എന്ത് വനിതാ ദിനം? നാളെ ഒരു ദിവസം, അതായത് 13 മാർച്ച് ഒരു ദിവസം തിരുവനന്തപുരം മഹാനഗരം മുഴുവൻ ആറ്റുകാലിന് ചുറ്റുമുള്ള മഹാനഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണാം സ്ത്രീകൾ മാത്രം ഭക്തിനിർഭരമായ വേഷത്തിൽ, ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ധരിപ്പിച്ച് തൊട്ടു മുമ്പിൽ വെച്ചിരിക്കുന്ന 3 കല്ലുകൂട്ടി അടുപ്പിൽ കലം വെച്ച് ആ കലത്തിൽ വെള്ളവും അരിയും നിറച്ച് ആത്മശക്തിയോട് തൻ്റെ മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള കളങ്കങ്ങളും എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും ആ അരികളായി ആ വെള്ളത്തിലേക്ക് ധരിച്ച് അത് തിളച്ചു പുറത്തു മറിയുമ്പോൾ തൻ്റെ പാപങ്ങളെല്ലാം, തൻ്റെ ചെയ്തികളുടെ പാപങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നു. അവശേഷിക്കുന്ന പുണ്യവും സ്വീകരിച്ചുകൊണ്ട് പാപങ്ങളെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് പുണ്യങ്ങളെല്ലാം തനിക്കായി സ്വീകരിച്ചുകൊണ്ട് പ്രസാദവും സ്വീകരിച്ച് മടങ്ങുന്ന ആ മനോഹരമായ ഭക്തിനിർഭരമായ ആ ചടങ്ങിൽ എല്ലാ സജ്ജനങ്ങളും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം ബാംഗ്ലൂർ മഹാനഗരത്തിൻ്റെ പല ഭാഗത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നുണ്ട്. വിവിധ NSSകളുടെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ വകയായി, അതുപോലെ തന്നെ ശ്രീനാരായണ സമിതിയുടെ ഭാഗമായി, ബെഞ്ചാര ലേഔട്ടിൻ്റെ തത്വമസിയുടെ ഭാഗമായി, അതോടൊപ്പം തന്നെ NSS കർണാടകയുടെ ഭാഗമായി, NSS നായർ സർവീസ് സൊസൈറ്റി കർണാടക നായർ സൊസൈറ്റിയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ മഹാനഗരത്തിലും പൊങ്കാല ആഘോഷിക്കുന്ന ഈ സമയത്ത് എല്ലാ സജ്ജനങ്ങൾക്കും പൊങ്കാല സമർപ്പിക്കാനുള്ള അവസരം എല്ലാ ഭാഗത്തും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി അവിടെ പോകാൻ കഴിയില്ലെങ്കിൽ അമ്മയുടെ വീട്ടുമുറ്റത്ത് തന്നെ അമ്മയെ ധരിച്ചുകൊണ്ടൊരു പീഠം വെച്ച് ആ പീഠത്തിലൊരു പട്ടി വിരിച്ച് അമ്മയെ സങ്കല്പിച്ചൊരു പുഷ്പം സമർപ്പിച്ച് അതിനു മുമ്പിൽ 3 കല്ല് വെച്ചൊരടുപ്പ് കൂട്ടി നിങ്ങൾക്കും പൊങ്കാല സമർപ്പിക്കാം. അതിന് യാതൊരു മടിയുടെയും ആവശ്യമില്ല. കൊറോണ കാലത്ത് നമ്മളൊക്കെ പൊങ്കാലയിട്ടില്ലേ? ആ കൊറോണ കാലത്തെ ഓർക്കുക. അന്ന് നമ്മൾ പൊങ്കാലയിട്ടു. കോടിക്കണക്കിന് പൊങ്കാലകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് എവിടെ മലയാളിയുണ്ടോ, എവിടെ മലയാള സ്ത്രീകളുണ്ടോ അവിടെയൊക്കെ പൊങ്കാലയിടുന്ന ഒരനുഭവമാണ് അന്നുണ്ടായത്. നാളെയും, അതായത് 13 മാർച്ച് 2025 ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആറ്റുകാൽ അമ്മയുടെ
നാമത്തിൽ പൊങ്കാലകൾ ഇടട്ടെ, പൊങ്കാലകൾ സമർപ്പിക്കട്ടെ. ഭക്തിനിർഭരമായി ചടങ്ങ് സനാതന ധർമ്മത്തിൻ്റെ, സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും അനുകൂലമായ, സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ആദരണീയമായ, സ്ത്രീ പൂജയുടെ ഏറ്റവും ആദരണീയമായ ഒരു ചടങ്ങായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 13 മാർച്ച് 2025 രാവിലെ 10:15 പൊങ്കാലയടുപ്പിൽ ദീപം തെളിയുന്നു, അഗ്നി തെളിയുന്നു. ഒപ്പം തന്നെ 1:15 അമ്മയ്ക്ക് ആ നിവേദ്യം സമർപ്പിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും ഈ സൗഭാഗ്യ നിമിഷത്തിന് സാക്ഷീഭൂതനാവാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ സ്ത്രീജനങ്ങൾക്കും ഈ പൊങ്കാലയിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് ജയ ശ്രീറാം. അമ്മേ നാരായണ, ദേവി നാരായണ. ഹരി ഓം.